എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും എന്നാൽ പലപ്പോഴും പുറത്തു പറയാൻ മടിക്കുന്നതുമായ ഒന്നാണ് സൈബർ പോണോഗ്രാഫി. നമ്മുടെ സമൂഹത്തിൽ വലിയ മാനസിക സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്ന, ചിലപ്പോൾ ആത്മഹത്യകൾക്ക് പോലും കാരണമാകുന്ന ഒരു വിഷയമാണിത്. കഴിഞ്ഞ കുറച്ചുകാലമായി മൊബൈൽ ഫോണിന്റെയും ഇന്റർനെറ്റിന്റെയും വ്യാപനം ഇത്തരം പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. പലപ്പോഴും അടുത്ത ബന്ധുക്കളോ സുഹൃത്തുക്കളോ കമിതാക്കളോ കാരണമാണ് ഇത്തരം പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഉയർന്നുവരുന്നത്. അതിനാൽ ഈ നിയമവശങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. 2. അശ്ലീലതയുടെ നിർവചനവും നിയമപരമായ കാഴ്ചപ്പാടും. ഡെഫിനിഷൻ ആൻഡ് ലീഗൽ വ്യൂ. 2.5 മിനിറ്റ്. അശ്ലീലതയ്ക്ക് സ്ഥിരമായ ഒരു നിർവചനമില്ല. ഒരു രാജ്യത്ത് അശ്ലീലമല്ലാത്തത് മറ്റൊരിടത്ത് അശ്ലീലമായി കണക്കാക്കാം. എന്നാൽ നമ്മുടെ സുപ്രീം കോടതി അശ്ലീലതയെ എങ്ങനെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. സുപ്രീം കോടതിയുടെ അഭിപ്രായത്തിൽ ഇത് വിനയത്തിനോ മാന്യതയ്ക്കോ എതിരായ കുറ്റമാണ്. നീചവും വൃത്തികെട്ടതും വെറുപ്പുളവാക്കുന്നതുമാണ്. ഇന്റർനെറ്റിൽ ചിത്രങ്ങൾ, വീഡിയോകൾ, ശബ്ദ ഫയലുകൾ, സ്റ്റോറികൾ തുടങ്ങി പല രൂപത്തിലും പോണോഗ്രാഫി ലഭ്യമാണ്. ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇന്റർനെറ്റിലെ ഈ ഉള്ളടക്കത്തെ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമമാണ് ഐടി. നിയമത്തിലെ സെക്ഷൻ 67(3). ഐടി നിയമത്തിലെ സെക്ഷൻ 67 സെക്ഷൻ 67 ഓഫ് ഐടി ആക്ട് 3 മിനിറ്റ്. സെക്ഷൻ 67 പ്രധാനമായും ശിക്ഷിക്കുന്നത് ഇലക്ട്രോണിക് രൂപത്തിൽ അശ്ലീലമായ വസ്തുക്കൾ പ്രസിദ്ധീകരിക്കുന്നതോ പ്രക്ഷേപണം ചെയ്യുന്നതോ അതിന് ഇടയാക്കുന്നതോ ആയ പ്രവൃത്തികളെയാണ്. ഒരു മെറ്റീരിയൽ നിയമപരമായി അശ്ലീലമായി കണക്കാക്കണമെങ്കിൽ അത് താഴെ പറയുന്ന 3 വ്യവസ്ഥകളിൽ ഏതെങ്കിലും ഒന്ന് പാലിച്ചിരിക്കണം. കാമത്തെ ഉത്തേജിപ്പിക്കണം. ലസെവിയസ്. കാമചിന്തകളിൽ താൽപര്യം ഉണർത്തണം. അപ്പീൽസ് ടു പ്രൂറിയന്റ് ഇൻട്രസ്റ്റ്. ഒരു വ്യക്തിയെ ധാർമ്മികമായി മോശമാക്കാൻ ശ്രമിക്കണം. ടെൻഡ് ടു ഡെപ്രേവ് ആൻഡ് കറപ്റ്റ്. ഈ വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ആ മെറ്റീരിയൽ കാണാൻ സാധ്യതയുള്ള ഒരു സാധാരണ വ്യക്തിയെ, സാധാരണ വ്യക്തികളെ, അല്ലാതെ കമ്പനികളെ പോലുള്ള കൃത്രിമ വ്യക്തികളെയല്ല മുൻനിർത്തിയായിരിക്കും. 4. ശിക്ഷാവിധികളും ഉപസംഹാരവും. പനിഷ്മെന്റ്സ് ആൻഡ് കൺക്ലൂഷൻ. 2.5 മിനിറ്റ്. ഈ നിയമപ്രകാരമുള്ള ശിക്ഷാവിധികൾ വളരെ ഗൗരവമേറിയതാണ്. ആദ്യ കുറ്റത്തിന് 5 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും ലഭിക്കാം. തുടർന്നുള്ള കുറ്റങ്ങൾക്ക് ശിക്ഷ 10 വർഷം വരെ തടവും 2 ലക്ഷം രൂപ വരെ പിഴയുമായി വർദ്ധിക്കാം. സൈബർ ഇടം ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ്. അതിനാൽ തന്നെ നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഈ നിയമങ്ങൾ നമുക്ക് വിനയായി മാറിയേക്കാം. സ്വകാര്യത ലംഘിക്കപ്പെടുന്ന ഇരകളെ സംബന്ധിച്ച് മാനസിക സംഘർഷം ഒഴിവാക്കാനും ആത്മഹത്യകളിലേക്ക് പോകാതിരിക്കാനും തുറന്നു സംസാരിക്കേണ്ടത് അത്യാവശ്യമാണ്. നിയമസഹായം തേടാൻ മടിക്കരുത്. നന്ദി.